ക്രഷ് രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വൈരിനെ കണ്ടതും ഏക ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുപോയി. വിവേകം ഒരു ചിരിയോടെ ഏകയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. വൈരിനെ താണ്ടി രുദ്രദേവ് ആദ്യ അകത്തേക്ക് കയറി വന്നു. അരയിൽ തിരികെ കത്തിയും ഷർട്ടിന് പിന്നിൽ ഒളിപ്പിച്ച വടിവാളുമൊക്കെ ഗുണ്ടകൾ പുറത്തെടുത്തു. അടുത്ത് നിൽക്കുന്ന ഏകയെ കത്തിമുന്നിൽ നിർത്തി തങ്ങളെ വെല്ലുവിളിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ രുദ്രദേവർമ്മ കയ്യിൽ കരുതിയ ഹാൻഡ് ഗൺ എടുത്തുകൊണ്ട് ഏകക്കടുത്തുനിന്ന് ഒരുവന്റെ തുടയിൽ വെടിയുതിർത്തു. വെടിയൊച്ചയൊന്നും ആരും കേട്ടില്ല. പക്ഷെ അയാളുടെ നിലവിളി ശബ്ദം നല്ലപോലെ പുറത്തു കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേയും ഗാർഡ്സ് നീട്ടിപ്പിടിച്ച തോക്കിന് മുമ്പിൽ അവന്മാര് മുട്ടുമണക്കി. ആയുധങ്ങൾ പിടികൂടി മാറ്റിവെച്ച ശേഷം എല്ലാവരുടെയും കൈകൾ പിന്നിൽ കെട്ടിബന്ധിച്ചു ഗാർഡ്സ്. അയ്യോ, എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്റെ പണം ചോദിച്ചു വന്നതാ. ഒരു ധൈര്യത്തിന് അവന്മാരും കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ. ഭയം നിറഞ്ഞ പരവേശവും വെപ്രാളവുമായിരുന്നു പിഷാരടി. പുറകിൽ കൈബന്ധിക്കുമ്പോൾ അയാൾ പിടഞ്ഞുകൊണ്ട് അപേക്ഷിക്കും പോലെ പറഞ്ഞു. അപ്പോഴും പല്ലിയടിച്ചു പിടിച്ച് വൈരിനെയും രുദ്രദേവനെയും മാറി മാറി നോക്കി രഘുറാം. ഓ റിയലി? പക്ഷെ താൻ അങ്ങനെയല്ലോ പറഞ്ഞത്. ഒരു മാസത്തിനുള്ളിൽ കാശ് മൊത്തം കിട്ടിയില്ലെങ്കിൽ വീടും സ്ഥലമൊക്കെ തന്റെ ആവുന്നല്ലേ പറഞ്ഞ്? ഈ നിയമങ്ങളൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ താൻ എഴുതി ചേർത്ത വരികളാണോ? തന്റെ പേരെന്താ? അല്ലല്ലോ വേണ്ട, ചത്ത പശുവിന്റെ ജാതകം നോക്കുന്ന എന്തിനാലേ? വൈരിൻ പിഷാരടിക്ക് ചുറ്റൊന്ന് കറങ്ങി തിരിഞ്ഞുകൊണ്ട് രഘുറാമിന് മുമ്പിൽ വന്നിരുന്ന ശേഷം അയാളുടെ മുന്നിലെ മുടിയിൽ ചുരുട്ടി പിടിച്ച് മുഖം അവന് നേരെ ഉയർത്തി. നീ ആരാടാ? വീട് വിട്ടിറങ്ങുന്ന എല്ലാവരെയും നീ കൂടെ കൊണ്ടുപോ. നിന്റെ വീടിന്റെ തെക്കേ തൊടിയിൽ ക്യാമ്പ് വല്ല ഉണ്ടോടാ നായേ? മുഷ്ടിയുരുട്ടി രഘുറാമിന്റെ മൂക്കിൽ തന്നെ ഒരെണ്ണം അവൻ കൊടുത്തു. വൈരിന്റെ വലത് കൈയുടെ നടുവിരൽ കിടന്ന വലിയ സിൽവർ മോതിരം മൂക്കിൽ പതിഞ്ഞതും തലക്കുള്ളിൽ നിന്ന് ചോര ഉത്ഭവിച്ച് മൂക്കിലൂടെ പുറന്തള്ളപ്പെടുന്ന അയാൾ അറിയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഒറ്റയ്ക്കാണേലും വേണ്ടില്ല, ഈ വീട്ടിൽ തന്നെ ഉറങ്ങണമെന്ന് എന്റെ പെണ്ണ് പറഞ്ഞപ്പോ നീ എന്താടാ കരുതിയത്? ഈ വൈരിന്റെ ചെറുകിനടിയിൽ നിന്ന് അവളെ ഈസിയായി റാഞ്ചി കൊണ്ടുപോവാന്നോ? എന്നാ നീ കേട്ടോ, പേടിച്ച് മാളത്തിലിരുന്ന് കരിക്കൾ നീക്കിക്കൊണ്ടിരുന്ന ഭീരുക്കൾ ആരെങ്കിലും ഇന്നത്തെ ദിവസം പുറത്തു വരുന്ന എനിക്ക് അറിയാമായിരുന്നു. നിനക്കുള്ള വലവീശി പുറത്ത് കാത്തിരുന്നത് ഞങ്ങളാ. ഇന്ന് നീ വന്നില്ലെങ്കിൽ പോലും എന്റെ പെണ്ണുറങ്ങുന്ന വീടിന് പുറത്ത് ഈ വൈരിൻ കാവൽ നിന്നേനെ. കാരണം നാളെ ഇവളെന്റെ പാതിയാവാൻ പോകുന്നവളാ. കൈവേളയിൽ കിട്ടും വരെ ഈ ചങ്കിനുള്ളിലെ പെടപ്പ് അത് എനിക്ക് മാത്രമേ അറിയൂ. പറയുമ്പോൾ അത്രയും പരകുറി അവന്റെ മുഷ്ടിയാളുടെ മുഖത്ത് പതിഞ്ഞുകൊണ്ടിരുന്നു. അയാളുടെ ശബ്ദവും അതിനനുസരിച്ച് നേർത്തു വന്നു. വൈരിനെ പിടിച്ച് പുറകിലോട്ട് മാറ്റി രുദ്രദേവ് തന്റെ ഊഴത്തിനായി മുന്നോട്ട് വന്നു. വൈരിനേകെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഇത്രയും നേരം ചീറ്റപ്പുലെ പോലെ ചേറിയുന്നവൾ അവന്റെ ചിറകിനടിയിൽ പൂച്ച കുഞ്ഞിനെ പോലെ പതിഞ്ഞു. അവൾക്ക് പെണ്ണിന്റെ അളവാണെന്ന് അവന് നല്ലപോലെ അറിയാം. അപ്പൊ പറ, നിന്നെ ആരെവിടേക്ക് പറഞ്ഞിട്ടു? രഘുറാമിനെ കുനിഞ്ഞുവായ മുഖത്തേക്ക് മുഖം കുനിച്ചു നോക്കി രുദ്രദേവർമ്മ ചോദിക്കുമ്പോൾ കഷ്ടപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്ന് വൈരാഗ്യത്തോടെ അയാളെ മുഖത്തേക്ക് നോക്കി രഘുറാം. പറയില്ല. ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് നീയൊക്കെ അവരെല്ലാം ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി തുടച്ചു മാറ്റുമെന്ന് എനിക്കറിയാം. അങ്ങനെ സമാധാനമായിട്ട് നീയൊക്കെ ജീവിക്കണ്ട. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഭയത്തോടെ ജീവിക്കണം. നിന്റെയൊക്കെ പിന്നിൽ ആരുടെ കരുക്കളാണെന്ന് അറിയാതെ ഭയന്ന് ജീവിക്കണം നീയൊക്കെ. രഘുറാമിനെയും ഗുണ്ടകളെയും എവിടെയിട്ട് തള്ളി ചതച്ചാൽ പരിസരവാദികൾ ഉണർന്നു കൂടുമെന്നും അത് തങ്ങൾക്ക് അത്ര നല്ലതിനില്ലെന്നും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് രുദ്രദേവ് തന്നെ എല്ലാവരെയും അവിടെ നിന്ന് കടത്തി. എല്ലാവരെയും അടഞ്ഞിടക്കുന്ന തങ്ങളുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകാൻ ഗാർഡ്സിന് നിർദ്ദേശം നൽകുമ്പോൾ വിവാഹ തിരക്കുകൾ കഴിയും വരെ പിഷാരടിക്കും രഘുറാമിനും അയാളുടെ ഗുണ്ടകൾക്ക് അവിടെ തടവറ ഒരുങ്ങിയായിരുന്നു. വീടിന്റെ ആളിൽ രക്തം തളം കെട്ടിയെന്ന് തുടച്ചു വൃത്തിയാക്കാണ് ഗാർഡ്സിൽ ചിലർ. വിവേക് രുദ്രദേവർമ്മയും അതൊക്കെ നോക്കി അങ്ങനെ നിന്നു. ഏകയുടെ കൈയും പിടിച്ച് വൈരിൻ മുറ്റത്തേക്ക് ഇറങ്ങി. ആളെയും ചേർത്ത് പിടിച്ച് അവൻ അല്പം നടന്നു. പേടിച്ചു പോയോ? അവൻ പതിയെ ചോദിക്കുമ്പോൾ അത് സമ്മതിച്ചു കൊടുത്തു അവൾ. എന്തിനാ വന്ന്? വയ്യാത്തല്ലേ? വല്ലതും പറ്റിയിരുന്നെങ്കിലോ? അവന്റെ വയറിൽ മെല്ലെ കൈ ചേർത്തുകൊണ്ട് അവൾ ആകുലതയോടെ ചോദിച്ചു. അച്ഛന് തന്നെ പറഞ്ഞു, തനിച്ചു വിടാൻ തോന്നിയില്ല. അതുപോലെ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് എനിക്ക് സമാധാനവും കിട്ടില്ലേക. സോ ഞാൻ പുറത്ത് കാറിൽ തന്നെ ഉണ്ടായിരുന്നു. നാളെ എന്റെ കൈ കിട്ടും വരെ എനിക്ക് ആളാരും മുറുകിയെന്ന് പുണർന്നു. ഇതൊന്നും സ്വപ്നമല്ലാന്ന് വിശ്വസിക്കാൻ ഞാൻ ശരിക്കും പറയുന്ന ഉറങ്ങാൻ കൂടി ഞാൻ ഭയന്നു പോയി വൈരിൻ. നാളെ നേരം വിളിക്കുമ്പോ എല്ലാവരും സ്വപ്നാണെന്ന് കരുതേണ്ടി വന്നാലെന്നൊരു ഭയം. ഞാൻ വേദനിപ്പിക്കട്ടെ നിന്നെ? സ്വപ്നമല്ല സത്യമാണെന്ന് തെളിയിക്കാൻ. ഒരു കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ അവൾ അല്പം ശക്തിയിൽ വരിഞ്ഞു മുറുക്കി. പക്ഷെ അവന് തന്നെയാണ് വേദനിച്ച്. വയറിൽ അവളെ നെഞ്ചമർന്നു ഒന്ന് എരിവലിച്ചു പോയി അവൻ.
പറഞ്ഞില്ലേ ഞാൻ, കണ്ടോ ഇപ്പോഴും മുറിവ് ഉണങ്ങിയിട്ടില്ല. എന്നെ വേദനിപ്പിക്കാതെ തിടുക്കം വിട്ടേ. അവനെ പിടിച്ചു മാറ്റിയതും രുദ്രദേവ് അവൻ ഉറക്കി വിളിക്കുന്ന ശബ്ദം കേട്ടിരുന്നു. വിച്ചു, വിച്ചു, വൈരിൻ, യാ വരുന്നു. അപ്പൊ എന്താ? ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. നാളെ ഈ സമയം നീ ആരുടെ കൂടെ ആയിരിക്കും അറിയോ? ആളൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. പോട്ടെ ഭാവ്യതു, പോയി കിടന്നുറങ്ങ. നീ എന്ത് സ്വപ്നം കണ്ടാലും നാളെ നിന്റെ കഴുത്തിലെ വൈരി രുദ്രദേവർമ്മ താലി ചാർത്തിയിരിക്കും. ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് വൈര്യൻ നടന്നുപോയി. രാത്രി ഒരുപോലെ ഉറങ്ങിയിരുന്നില്ല ഏക. പുറത്ത് വൈര്യന് ഏർപ്പാടാക്കിയ ഗാർഡ്സ് ഉണ്ടായിരുന്നു. എങ്കിലും രാത്രിയിലെ സംഭവവികാസങ്ങളും പിറ്റേന്ന് വിവാഹമാണെന്നുള്ളതിന്റെ ആകാംക്ഷയും ആകുലതയും ഒക്കെയായി ആൾ കണ്ണും മിഴിച്ച് തന്നെ കിടന്നു. രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിച്ചടുക്കൾ കയറി കാപ്പി ഉണ്ടാക്കിയ ഗ്ലാസ്സിൽ പകർത്തുമ്പോൾ പുറത്തു നിൽക്കുന്ന ഗാർഡ്സിനും ആൾ കൊടുക്കാൻ മറന്നില്ല. കുറെ നാൾ താനും ഈ നോക്കുകുത്തിക്കുപ്പായ അണിഞ്ഞതാണല്ലോ. അന്നൊന്നും തനിക്ക് വേണ്ടി കാവൽ നിൽക്കാൻ യൂണിഫോം അണിഞ്ഞവർ ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. വിവേകിനെ വിളിച്ചുണർത്തി കുളിക്കാൻ പറഞ്ഞു വിട്ട ശേഷം നിലവിളക്ക് കൊളുത്തി മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചു അവൾ. അലമാര തുറന്ന് പുതിയൊരു ചുരിദാർ എടുത്ത് ധരിച്ച ശേഷം വിവേകിനെയും കൂടി സർപ്പക്കാവിലേക്ക് നടക്കാൻ തുടങ്ങിയതും ഗാർഡ്സ് അതിനനുവദിക്കാതെ കാറിനടുത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. സർപ്പക്കാവിൽ തൊഴുതിറങ്ങിയ ശേഷം ആമ്പൽക്കുളത്തിനടുത്തായി അല്പസമയം പോയി നിന്നവൾ. ചെറുകാറ്റിൽ മഞ്ചാടി മരത്തിൽ നിലത്തേക്ക് പൊട്ടി വീണ മഞ്ചാടി മണികൾ അവൾ പെറുക്കിയെടുത്ത് കയ്യിൽ സൂക്ഷിച്ചു. തിരികെ വീട്ടിലെത്തിയതും നേരം വെളുത്ത് തുടങ്ങിയിരുന്നു. ബ്രെഡ് ചൂടാക്കി ചായയും ബ്രെഡുമാണ് ഇരുവരും കഴിച്ചത്. അമ്മയുടെയും അച്ഛനെയും ഫോട്ടോ മുമ്പിൽ കൈകൂപ്പിന്ന് ഏറെ നേരം പ്രാർത്ഥിച്ചു അവൾ. കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകി. വിവാഹ ദിവസം ഇത്തരം കാര്യങ്ങളൊക്കെ മുതിർന്നവരാണ് മുൻകൈയെടുത്ത് തങ്ങളുടെ മകളെ കൊണ്ട് ചെയ്യിക്കാറ്. മുതിർന്നവർക്ക് ദക്ഷിണ കൊടുക്കൽ അനുഗ്രഹം വാങ്ങലുമായി സന്തോഷം നിറഞ്ഞ ചടങ്ങുകൾ ഒത്തിരി ഉണ്ടാവും. വിവാഹം എടുക്കുമ്പോൾ പെൺമക്കളുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകം ഒരു കരുതലാണ് അവരോട്. അടുക്കളിൽ കയറാത്തതിനും മുറ്റമടിക്കാത്തതിനും ഒക്കെ ശകാരിക്കുന്ന അമ്മമാർ വിവാഹപ്രായം തികഞ്ഞെന്നറിയുമ്പോൾ പെൺമക്കളെ പാചകവും വീട്ടുജോലിയും ഒക്കെ നിർബന്ധിച്ചു പഠിപ്പിക്കും. കരുതൽ നിറഞ്ഞൊരു സ്നേഹം മാത്രമാണ് അതിന് പിന്നിൽ. അല്ലാതെ അനു വീട്ടിൽ പോയി ജോലി ചെയ്ത് അവർ കഷ്ടപ്പെടാനുള്ള ട്രെയിനിങ് ഒന്നുമല്ല. എന്നാൽ വിവാഹ തീയതി എടുക്കുമ്പോൾ വല്ലാത്തൊരു കരുതലോടെ തീയിൽ നിന്നും പുകയിൽ നിന്നും വെള്ളത്തിൽ നിന്നും യാത്രകളിൽ നിന്നുമൊക്കെ അവർ ഒഴിവാക്കി പൊത്തിപ്പിടിക്കും. ആ ചേർത്ത് പിടിക്കലിന് സ്നേഹവും കരുതലും വാത്സല്യവും ആകുലതയും ഒക്കെ തന്നെയാണ്. മകളുടെ ഏറ്റവും നല്ല ദിവസം തടസ്സം കൂടാതെ കടന്നു പോകാൻ വേണ്ടിയുള്ള സ്നേഹം നിറഞ്ഞ കരുതൽ. വിശ്വനാഥനെയും രാജലക്ഷ്മിയുടെയും കുഴിമാടത്തിനു മുമ്പിൽ മുട്ടൂത്തിരിക്കുമ്പോൾ ഏക കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് നെറ്റി ഒളിച്ച് കരുത്ത് സംഭരിച്ചു. ഈ വക വികാരങ്ങളൊന്നും തന്നെ തന്റെ മനസ്സിനെ തളർത്താൻ പാടില്ലെന്ന് അവൾ ചിന്തിച്ച് ഉറപ്പിച്ചു. രാത്രി തയ്യാറാക്കി വെച്ചിരുന്ന കുഞ്ഞു ബാഗ് കയ്യിലെടുത്ത് വീട് പൂട്ടി ചാവി വിവേകിനെ ഏൽപ്പിക്കുമ്പോൾ ഷർട്ടിലും മുണ്ടിലും വെട്ടിത്തിളങ്ങി നിൽക്കുന്നവനെ വാത്സല്യത്തോടെ നോയിക്കൊണ്ട് ആ കവിളിൽ കൈ ചേർത്തു ഏക. 8 മണിയോടടുത്തതും ദേവികയും വാമികയും കാറുമായി എത്തിയിരുന്നു. ഇരുവരും തയ്യാറായിട്ടൊന്നും ഇല്ലായിരുന്നു. ഏകക്കൊപ്പം കൺവെൻഷൻ ഹാളിൽ വെച്ച് റെഡിയാകാമെന്ന് അവർ കരുതി. ഇന്നലെ വൈകുന്നേരം തന്നെ മാൻഷനിൽ നിന്ന് എല്ലാവരും ട്രിവാൻഡ്രത്തെ വീട്ടിലെത്തിയിരുന്നു. അവരൊക്കെ റെഡിയായി വൈരിന്റെ ഒപ്പം ഒരുമിച്ച് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 12 മണിക്ക് ശേഷമാണ് ചെക്കനും കൂട്ടർക്കും ഹാളിലേക്കുള്ള സ്വീകരണ സമയം. 12:30 1 മണിക്കിടയിലാണ് വിവാഹ ചടങ്ങുകൾക്കുള്ള മുഹൂർത്തം. ഏക വന്നേ, പെട്ടെന്ന് ഹാളിലെത്തണം, 12 മണിക്ക് മുമ്പ് റെഡിയാവാനുള്ളതാ. കാറിന് പുറത്തേക്ക് തലയിട്ട് വാമി വിളിക്കുമ്പോൾ ഏകയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി കയ്യിൽ പിടിച്ച് വിവേക് അവളെയും വലിച്ച് കാറിനടുത്തേക്ക് വേഗത്തിൽ നടന്നു. കാറിന്റെ പുറകിൽ കയറും മുമ്പ് ഏകയൊന്ന് പിന്തിരിഞ്ഞു നോക്കി. വീടിന്റെ മുൻവശത്തെ പടവുകൾക്ക് മുകളിൽ അച്ഛയും അമ്മയും അവളെ നോക്കി കൈവീശുന്ന പോലെ അവൾക്ക് തോന്നി. അവർക്കൊപ്പം കുഞ്ഞേക മുറ്റത്തിന്ന് കളിക്കുന്ന പോലെയൊക്കെ തോന്നി അവൾക്ക്. വാമിക എന്തൊക്കെയോ വാതോരാതെ പറയുന്നുണ്ട്. ചിലതൊക്കെ അവൾ കേട്ടു, ചിലതൊക്കെ അവളുടെ കാതുകളിൽ വീണില്ല. വലിയ കൺവെൻഷൻ സെന്റർ മുമ്പിൽ വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങിയതും കാറ് നേരെ പാർക്കിങ്ങിലേക്ക് പോയി. അലങ്കാരപ്പണികൾ എന്തൊക്കെയോ ഇപ്പോഴും നടക്കുന്നുണ്ട്. ടൈറ്റ് സെക്യൂരിറ്റിയാണ്. കൺവെൻഷൻ സെന്ററിന്റെ കോമ്പൗണ്ടിന് പുറത്ത് ഫോൺ ക്യാമറയും പിടിച്ചു നിൽക്കുന്ന ചില ഓൺലൈൻ മീഡിയക്കാരെ സെക്യൂരിറ്റി തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ക്ഷണിക്കപ്പെട്ട ചില മീഡിയക്ക് മാത്രമാണ് അകത്ത് പ്രവേശനം ഉണ്ടായിരുന്നത്. അടുത്ത ബന്ധുക്കളും സൗഹൃദങ്ങളും ബിസിനസ് പാർട്ട്ണർമാരും ഉയർന്ന റാങ്കിലുള്ള ചില ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സിനിമാ മേഖലയിൽ നിന്ന് പോലും സെലക്ട് ചെയ്ത അതിഥികൾ മാത്രമാണ് വിവാഹക്ഷണം ഉണ്ടായിരുന്നത്. വിവാഹം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എറണാകുളത്ത് വെച്ചാണ് വെഡിങ് റിസപ്ഷൻ നടത്തുന്നത്. ഏകയെയും വലിച്ചെടുത്ത് മണ്ഡപത്തിനടുത്തുള്ള വലിയ റൂമിലേക്ക് പോയി വാമിക. കാറിൽ നിന്നെടുത്ത ആഭരണങ്ങളും വസ്ത്രങ്ങളും അടങ്ങിയ ബാഗുകൾ ദേവികയും ഗാർഡ്സിൽ ചിലരും വിവേകം കൂടി മുറിയിലെത്തിക്കുമ്പോൾ ഏകയെ തയ്യാറാക്കാനും മറ്റു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റും അവരുടെ അസിസ്റ്റന്റുമാരൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. സ്വർണ്ണ നൂലിനാൽ തുന്നിയ ഗോൾഡൻ നിറത്തിലുള്ള സഭ്യസാജി ബ്രൈഡൽ ബനാരതി സിൽക്ക് സാരിയിലും മിതമായ ആന്റിക് ആഭരണങ്ങളിലും ഏകയെ അവർ അതിസുന്ദരിയായി അണിയിച്ചൊരുക്കി. സ്വതവേ മേക്കപ്പ് ഉപയോഗിക്കാത്തവളാണ് ഏക. പക്ഷേ ഈ ബ്രൈഡൽ മേക്കപ്പ് അവളുടെ സൗന്ദര്യത്തിന്റെ 10 മടങ്ങെന്ന പോലെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരുന്നു അവളെ. രാവിലെ മനസ്സിലേറ്റ ദുഃഖഭാരം മുഴുവൻ ഒരുങ്ങിക്കഴിഞ്ഞതും മിററിലൂടെ കണ്ട തന്റെ രൂപം കാണാൻ മാഞ്ഞുപോയിരുന്നു.
ചില്ലി റെഡ് നിറത്തിലുള്ള ബനാറസി സിൽക്ക് സാരിയിൽ തന്നെ വാമികയും ഏകക്കൊപ്പം കട്ടക്ക് തിളങ്ങി നിന്നു. ഡേവിഡിന്റെ അഭാവം മാറ്റി നിർത്തിയാൽ തന്റെ ഏട്ടന്റെ യുവാത്തിൽ അവൾക്ക് വേറെ സന്തോഷവും എക്സൈറ്റ്മെന്റും തന്നെയാണ്. പെട്ടെന്ന് അവിടെ കയറി വന്നതാണ് ഋതുവും ആതിരയും. തിളങ്ങി നിൽക്കുന്ന പ്രിയ തോഴിയെ കാണെ ഇരുവരൊന്നും അന്തം വിടാതിരുന്നില്ല. ഓ എന്റെ മോളെ, എന്തൊരു ലുക്കാടി നിനക്ക്! ശരിക്കും ഞെട്ടിച്ചളഞ്ഞു നീ. ജ്വല്ലറി പരസ്യത്തിലെ മോഡലിനെ പോലെയുണ്ട് നിന്നെ കാണാൻ. ഋതു അവിടെ എക്സൈറ്റ്മെന്റ് ഒക്കെ സന്തോഷ രൂപേണ കാണിക്കുന്നുണ്ട്. ആതിരയും ഏകയുടെ അടുത്ത് വന്നിന്ന് അവളുടെ മാലയും കമ്മലൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട്. എന്താടിയൊന്നും മിണ്ടാത്തേ? കല്യാണ പെണ്ണിന്റെ നാണാണോ മുഖത്ത്? ആതിര കളിയാക്കുമ്പോൾ പള്ളി അടിച്ചു പിടിച്ച് അവൾക്കൊരു അടിവെച്ചു കൊടുത്തു ഏക. വരുൺ വന്നില്ലേടി? ആ വന്നല്ലോ. വരുണ് മാത്രല്ല, ഞങ്ങൾ 3 പേരുടെ ഫുൾ ഫാമിലി എത്തിയിട്ടുണ്ട്. ആരുമില്ലാത്ത തനിക്ക് തുണയായി ഫുൾ ഫാമിലിയെയും കൂട്ടി വന്ന ചങ്കുകളെ ഒരക്ഷരം ഉരിയാടാതെ നിർവികാരയായിട്ടാണ് നോക്കി നിന്ന ഏക. എന്നാൽ നിന്റെ നന്ദി ഞങ്ങളുടെ കാക്കക്കും പൂച്ചക്കും പോലും വേണ്ടെന്ന ഭാവമാണ് ഇരുവർക്കും. വരുൺ അവിടേക്കൊന്നും വന്നില്ല. ഒരു മൂത്തേട്ടന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിവേകിനൊപ്പം മണ്ഡപത്തിന്റെ തിരക്കുകളിലേക്ക് ഓടി നടന്നവൻ. സ്വീകരണ സമയമായി. ഏട്ടനും മാൻഷനുള്ളവരൊക്കെ എത്തിയെന്ന് തോന്നുന്നു. വിവേകിന്റെ കൂടെ നമ്മളെയും വിളിക്കുന്നുണ്ട് അച്ഛൻ. വാമിക ഫോൺ കട്ട് ചെയ്ത് പറയുമ്പോൾ വിവേകിനൊപ്പം വൈരിനെയും കൂട്ടിനെയും സ്വീകരിക്കാൻ ഏകയുടെ ഭാഗത്തുനിന്ന് ദേവികയും വാമികയും റൂമിന് പുറത്തേക്ക് നടന്നു. അവർക്കൊപ്പം ഋതുവാതിരിയും വരുണും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. കൺവെൻഷൻ ആളുടെ അകത്ത് നിറഞ്ഞെന്ന് പാരമ്പര്യവും ആഡംബരവും ഒരുമിച്ച് ചേർന്ന ഒരു ഉത്സവത്തിന്റെ ഗൗരവം തന്നെയായിരുന്നു. സ്വർണ്ണ നിറത്തിലുള്ള ലൈറ്റിങ്ങിൽ കുളിച്ചെന്ന സ്റ്റേജും പൂക്കളുടെ വൃത്താകൃതിയുള്ള അലങ്കാരവും പശ്ചാത്തലത്തിൽ മൃദുവായി ഒഴുകിയ നാദസ്വരത്തിന്റെ ശ്രുതിയുമെല്ലാം ചേർന്ന് അതിമനോഹരമായ മണ്ഡപക്കാഴ്ച. നാദസ്വരത്തിന്റെ ശബ്ദം അല്പം ശക്തമായ നിമിഷം ഏകയുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കുന്ന അവൾ സ്വയം അറിയുന്നുണ്ടായിരുന്നു. ആളിന്റെ കവാടത്തിൽ വൈരിൻ വന്നു നിന്നു. പുറകിലായി രുദ്രദേവർമ്മയും മധുവും ജാനകിയും പവിത്രയും പ്രീതയും വർഷയും പ്രിയയും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ ദേവന് രേവതിയും അഞ്ജലിയും തെളിച്ചമില്ലാത്ത മുഖവുമായി അല്പം പിന്നിൽ മാറുന്നേ ഉള്ളൂ. മറ്റു വേണ്ടപ്പെട്ട ബന്ധുക്കളൊക്കെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. രാധിക ഹോസ്പിറ്റലായതുകൊണ്ട് പത്മയും രാജഗോപാലും വന്നിരുന്നില്ല. പത്മയ്ക്ക് വരില്ലെന്ന വാശി കൂടി ഉണ്ടായിരുന്നെങ്കിൽ രാജഗോപാലൻ താൻ പിടിക്കപ്പെടുമോ എന്ന ഉൾഭയമായിരുന്നു കാരണം. രാധികയുടെ പേരും പറഞ്ഞ് ഇരുവരും അതിവിദഗ്ധമായി തന്നെ ഒഴിഞ്ഞു മാറി. കസവ് ബോർഡറുള്ള വെള്ളമുണ്ടും ചന്ദന നിറത്തുള്ള സിൽക്ക് ഷർട്ടുമായിരുന്നു വൈരിന്റെ വേഷം. ചന്ദനക്കുറി തൊട്ട് വൈരിനെ സ്വീകരിച്ച വിവേകാണ്. വിവേകിന്റെ ഒപ്പം വരുണും ആതിരയും ഋതുവും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവികയും വാമികയും പെട്ടെന്ന് മറികണ്ടും ചാടി വൈരിന്റെ ഒപ്പം നിന്നു. രുദ്രദേവ് വൈരിന്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി ഹാളിലിരിക്കുന്ന ഓരോ VIP-കളുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി. അദ്ദേഹം സംസാരിപ്പിച്ചു. നേരത്തെ ഒരു പുഞ്ചിരിയോടെ വൈരിൻ അവരോട് സംസാരിക്കുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ലൈവ് ദൃശ്യങ്ങൾ മീഡിയ പകർത്തുന്നുമുണ്ട്. മുഹൂർത്ത സമയമായതും ദീപശോഭയോടെ ഏകയെ അവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ഋതുവും ആതിരയും കുറച്ച് പെൺകുട്ടികളും ചേർന്നാണ്. ഈ സമയം വൈരിനും മണ്ഡപത്തിൽ കയറിയിരുന്നു. അവന്റെ പ്രണയം നിറഞ്ഞ നോട്ടമത്രയും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അവിടെ ഈ രൂപത്തിൽ മാത്രമായി ഉടക്കി നിന്നു. ഒരിക്കൽ മാത്രമേ ഏക വൈരിനെ മുഖമുയർത്തി നോക്കിയുള്ളൂ. നേർത്തൊരു പുഞ്ചിരി അവനായി സമ്മാനിച്ചുകൊണ്ട് അവൾ മുഖം താഴ്ത്തി തന്നെ നിന്നു. ഈ കാഴ്ചയൊന്നും കാണാൻ വയ്യുന്ന പോലെ അഞ്ജലി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന VIP-കളെ ചാക്കിടുന്ന തിരക്കിലാണ്. വർഷയും പ്രിയയും നല്ല കുട്ടികളായി വാമിയുടെ കൂടെ അങ്ങ് കൂടി. അവരുടെ അമ്മമാർക്കും അധികം ബലം പിടുത്തമൊന്നുമില്ല. രുദ്രദേവർമ്മ ഇരുവരെ ഒരുമിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ടുവന്നു മണ്ഡപത്തിന് മുമ്പിൽ നിർത്തി സദസ്സിനെ വണങ്ങിച്ചു. ഏകയെ മാത്രം ഓരോ ബന്ധുക്കളുടെ അടുത്തും കൊണ്ടുപോയി അനുഗ്രഹം വായിപ്പിച്ചു അദ്ദേഹം. വൈരിന് വയറിലെ മുറിവിന്റെ അസ്വസ്ഥതകൾ കാരണം അച്ഛന്റെയും അച്ഛമ്മയുടെയും അമ്മയുടെയും അനുഗ്രഹം മാത്രമാണ് അവൻ വാങ്ങിയത്. അവനെ കൊണ്ട് കുനിഞ്ഞ് കാൽ വീണ് നമസ്കരിപ്പിക്കാതെ തന്നെ ശിരസിൽ കൈകൾ ചേർത്ത് അനുഗ്രഹിച്ചു അവർ. ഒരിക്കൽ കൂടി സദസ്സിനെ വണങ്ങി വൈരിന്റെ വാമഭാഗത്തായി ഏക ചെന്നിരുന്നു. കെട്ടിമേളം മുഴങ്ങിയതും പൂജാരി താലിയെടുത്ത് വൈരിന്റെ കയ്യിലേക്ക് കൈമാറി. കൈകൂപ്പി കണ്ണുകൾ അടച്ചിരിക്കുന്നവളെ ഷോൾഡർ കൊണ്ടും തട്ടി വൈരി. കണ്ണുകൾ തുറന്ന് ആളവനെ നോക്കിയതും ഒരു കള്ളച്ചിരിയോട് അവൻ ചോദിച്ചു, കേട്ടിട്ടേടി? ആളുടെ മിഴികളിൽ നിറഞ്ഞ നീർമുത്തുകൾ അവന്റെ ചുടികളിൽ പുഞ്ചിരി വിരിയിച്ചു. ആളോട് ചേർന്ന് വന്നവൻ താലിയാർത്തുമ്പോൾ കണ്ണുകൾ പൂട്ടി അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് വലിയ സന്തോഷങ്ങളൊന്നും വേണ്ട. ഈ കൈ ഒരിക്കലും വിട്ടു പോകരുത്. വൈരിന്റെ നാമം എഴുതി ചേർക്കപ്പെട്ട ഈ താലി ഉயிருള്ളവരെ എൻ്റെ കഴുത്തിലുണ്ടാവണേ. ജീവന്റെ അവസാന തുടിപ്പുവരെയും ദീർഘസുമംഗലിയായിട്ട് വാഴാൻ കനിയണമേ. അവന്റെ ചുടു നിശ്വാസം അവളുടെ മുഖത്തട്ടുന്ന അനുഗ്രഹം പോലെ അവൾക്ക് തോന്നി. വൈരിനെ താലിയാർത്താൻ ഏകയുടെ മുടിയും പൂക്കളും ഒക്കെ ഉയർത്തിക്കൊടുത്തത് വാമികയാണ്. താലിമാലയുടെ കൊളുത്ത് മുറുക്കിയിട്ടത് അവൾ തന്നെയായിരുന്നു. അത് അവളുടെ മാത്രം അവകാശമാണല്ലോ. ആ നിമിഷങ്ങളിൽ പൂക്കൾ അവിടെ മേൽ വർഷിച്ചു. ചുറ്റും കൂടി നിന്നവർ. കണ്ണു നിറച്ചു നിന്ന വിവേകിനെ വരുൺ ചേർത്തു പിടിച്ചു. വിരൽ തുമ്പിൽ തൊട്ടെടുത്ത സിന്ദൂരം ആളുടെ നെറുകയിൽ അതേപടിയൊന്ന് തൊട്ടുവെച്ചു വൈരി. വലിച്ചുവാരി തേക്കരുതെന്ന് പുറകിൽ നിന്ന് അവന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അതാണ് കാരണം. പക്ഷെ ഉമ്മ വയ്ക്കരുതെന്ന് അവനോട് ആരും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തി ചെയ്തതിനു ശേഷം ആളുടെ നെറ്റിയിൽ അവനൊന്ന് മുത്തിയതും
ക്യാമറ ഫ്ലാഷും ക്ലിക്ക് സൗണ്ടും ഒക്കെ അവൾ കേട്ടിരുന്നു. പുടവ് കൊടുക്കലും വനം വയ്ക്കലും ഒക്കെ കഴിഞ്ഞാണ് ഏകക്ക് ശ്വാസം നേരെ വീണതും ശരിക്കും സ്വബോധം വീണ്ടും കിട്ടിയതും. ഏതോ സ്വപ്ന ലോകത്ത് എത്തിപ്പെട്ട പോലെ അവൾ തലയിരിച്ച് വൈരിനെ നോക്കി. രുദ്രദേവർമ്മയും ദേവികയൊക്കെ അവന്റെ അടുത്ത് തന്നെയുണ്ട്. മൂവരും തിരക്കിട്ടെന്തോ സംസാരിക്കുകയാണ്. അവന്റെ തലമുടിയിൽ കുടുങ്ങിയ പൂക്കളെടുത്തു മാറ്റുകയാണ് വാമിക. ഏക തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്കൊന്ന് നോക്കി. വൈരിന്റെ പേരെഴുതിയ വലിയൊരു താലിയും നല്ല തൂക്കവും നീളമുള്ളൊരു മാലയുമാണ് തന്റെ കഴുത്തിൽ. തന്റെ സ്വപ്ന നിമിഷങ്ങളെ അപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് ഇടുപ്പിലൊരു പിടിമുറുകിയത്. ഹാപ്പി മാരീഡ് ലൈഫ് വൈഫി. ചേർത്ത് പിടിച്ച് മുഖം കുനിച്ച് തന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് വൈരി. ആളൊരു ചിരിയോടെ അവനെ തന്നെ നോക്കി നിന്നു. കുറച്ച് ഫോട്ടോ സെക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഫുഡും കഴിച്ച് നമുക്ക് രണ്ടാൾക്കും പയ്യെ മാൻഷനിലേക്ക് പോവാം. എന്താ? വൈരിന്റെ മുഖത്ത് വിടർന്ന കണ്ണുകൾ ഉയർത്തി നോക്കി അവൾ. ഒന്നും മനസ്സിലായില്ല എന്റെ ഭാര്യയ്ക്ക്. പറഞ്ഞിരിക്കുന്നതിന് ഫാമിലി അംഗങ്ങളെ ചേർത്തിരുത്തി ഫോട്ടോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ തിരക്കുകൾ വിട്ടുമാറാതെ ഇരുവർക്കും മനസ്സോടും സംസാരിക്കാൻ കഴിയില്ലെന്നവർക്ക് മനസ്സിലായി. ഏക മോളെ, ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങുവാണേ. 9 മണിക്ക് മുന്നേ നിങ്ങൾ മാൻഷനിൽ എത്തണം. അതിനു മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തേണ്ടതുണ്ട്. സോ ടൈം തീരെയില്ല. ദേവിക തിടുക്കപ്പെട്ടു വന്ന് പറയുകയാണ്. എല്ലാവർക്കും എറണാകുളം വരെ യാത്ര ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴാണ് വരുന്നത് അമ്മായി? ഉത്സാഹത്തോടെ ചോദിച്ചു ഏക. അതൊക്കെ നിന്റെ കെട്ടിയനോട് ചോദിക്ക്, ഞങ്ങൾക്കൊന്നും അറിയില്ല എൻ്റെ പൊന്നേ. ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവിക തിരക്കുകളിലേക്ക് ഇറങ്ങിപ്പോയി. വൈരിനെ ഏകയെ നിർത്തി ഫോട്ടോസ് എടുക്കാൻ തിരക്കിലാണ് ഫോട്ടോഗ്രാഫർമാർ. പരസ്പരം ഒട്ടിച്ചേർന്ന് മുഖത്തോട് മുഖം നോക്കി ഫോട്ടോസ് എടുത്ത ശേഷം അവരങ്ങളിൽ ചുംബിക്കാൻ അവർ ആവശ്യപ്പെടുമ്പോൾ ഏക ഒരു ചിരിയോടെ അത് നിരസിച്ചു. ഓരോ ക്ലിക്കിനും വൈരിൻ ഭംഗിയിൽ പോസ് ചെയ്ത് കൊടുക്കുന്നത് കാണാൻ ഏകക്ക് അത്ഭുതം തോന്നാതിരുന്നില്ല. തന്റെ കെട്ടിയവൻ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണെന്ന് കുഞ്ഞ് കുറച്ചു നേരത്തേക്ക് മറന്നുപോയിരുന്നു. ഡി ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ? ആതിര വന്ന് ഏകയുടെ കയ്യിൽ പിടിച്ചതും ഋതുവും വരുണൊക്കെ അവിടേക്ക് എത്തിയിരുന്നു. വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് വരുൺ പറഞ്ഞുകൊണ്ട് വിവേകം അവന്റെ ഒപ്പം ഉണ്ടായിരുന്നു. മൂവര് അവരുടെ ഫാമിലിയെ വൈരിനെ ഏകക്കും പരിചയപ്പെടുത്തി കൊടുത്തു. ഋതുവും വരുണും ഓരോ ലെറ്റർ വീതം വൈരിന്റെ ഏകയുടെയും കയ്യിൽ വെച്ച് കൊടുത്തു. അടുത്ത മാസം ഞങ്ങളുടെ വിവാഹമാണ്, തിരക്കൊന്നില്ലെങ്കിൽ വരണം. വൈരിന്റെ കയ്യിൽ കൈ ചേർത്ത് ഷെയ്ക്കാൻ്റെ കൊടുത്തുകൊണ്ട് വരുൺ പറഞ്ഞു. വരുണിന്റെ മുതുകിലായി ഒന്ന് തട്ടി വൈനും. യാ ഉറപ്പായിട്ട് വന്നിരിക്കും. ഋതുവിനും വരുണിനും ഇതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ലായിരുന്നു. കൂട്ടുകാരിയും ഭർത്താവ് എന്നതിലുപരി സൂപ്പർ സ്റ്റാർ വൈദ്യുതവർമ്മ തങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനെ അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. എല്ലാവരും ചേർന്ന് ഇത് ഫോട്ടോകൾ എടുത്തു. ഒപ്പം വിവേകിനെ തങ്ങളുടെ ഇടയിൽ നിർത്തി വൈരിനേകയെ അവനെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് മനോഹര ചിത്രങ്ങളും പകർത്തി. വരുണിനൊപ്പം പോകാനിറങ്ങവേ ഏകയെ കെട്ടിപ്പിടിച്ച് വിവേകെ പൊട്ടിക്കരഞ്ഞു. ഇരുവരുടെയും കരച്ചിൽ അധികരിക്കുന്ന കാണാൻ വൈരിൻ തന്നെ ഏക അടത്തി മാറ്റി അവളെ ആശ്വസിപ്പിച്ചു. സങ്കടത്തോടെ ഭർത്തൃ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ ആൾക്ക് വിവേകല്ലാതെ വേറെ ആരാണുള്ളത്? വിച്ചുട്ടാ, റിസപ്ഷന് വരുമോ നീ? പ്രതീക്ഷയോടെ ചോദിച്ചു ഏക. അമ്മ വിടുമോന്ന് അറിയില്ല ചേച്ചി. ഏയ് വിവേക്, താമസിക്കണ്ടോ, ഞാൻ കാറേക്കാം. കുറച്ചു ദിവസം ഞങ്ങളോടൊപ്പം മാൻഷനിൽ കഴിയാം. എന്താ? വിവേകിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വൈര്യൻ ചോദിക്കുമ്പോൾ അവന് അത്ഭുതവും അതിലുപരി സന്തോഷങ്ങൾ എന്ന ഭാഗത്തിൽ വൈര്യനെ നോക്കി. ഏട്ട ഇത്രയും പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷം ഏട്ടാ. പക്ഷെ വേണ്ട ഏട്ടാ, എൻ്റെ കൊച്ചേച്ചിയെ പൊന്നുപോലെ നോക്കിയാൽ മതി. അമ്മയ്ക്ക് വല്ലാത്തൊരു സ്വഭാവമാണ്. ചിലപ്പോൾ എന്നെ തിരികെ വീട്ടിൽ കയറ്റില്ല. റിസപ്ഷന് വന്നില്ലെങ്കിൽ എന്താ, എപ്പോൾ വേണമെങ്കിലും എനിക്ക് അവിടെ വരാലോ. അവന്റെ ഇരു ഷോട്ടിലും വൈരം അമർത്തി പിടിച്ചു. ഒരിക്കൽ കൂടി വൈരിനെ ഏകയെ അവൻ കെട്ടിപ്പിടിച്ചു. ശേഷം സന്തോഷത്തോടെ തന്നെ അവൻ വരുണിനൊപ്പം യാത്രയായി. ഒരുപാട് വിഭവങ്ങൾ ചേർന്ന അസിലൊരു സദ്യ തന്നെ ഉണ്ടായിരുന്നു. നേരിയത് വസ്ത്രം ചുറ്റിയാണ് ഏക ഭക്ഷണം കഴിക്കാനിരുന്നു. അവരവരുടെ ഇലയിൽ നിന്ന് ഓരോ ഉരുള വീതം അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ചു കൊടുത്തു വൈരിനും ഏകയും. ക്യാമറാമാനെ നിർബന്ധമായിരുന്നുവെങ്കിൽ പോലും ഇരുവരും ആസ്വദിച്ച് തന്നെയാണ് ആ പ്രവൃത്തി ചെയ്ത്. സദ്യ കഴിച്ച ശേഷം പുടവാങ്ങിയ സാരിയിൽ നിന്നും റെഡ് കളർ പട്ട് സാരി ചുറ്റിയാണ് ഏക മണ്ഡപത്തിന് പുറത്തേക്ക് എത്തിയത്. സമയം വൈകുന്നേരം 5 മണിയോടെ അടുത്ത് കാണേ ആവലാതിയോടെ ഏക വൈരിനെ നോക്കി. വൈരി നമ്മളെങ്ങനെ 9 മണിക്ക് അവിടെ എത്തുക? ഗൃഹപ്രവേശം 9 മണിക്ക് മുന്നേ വേണമെന്നില്ല അമ്മായി പറഞ്ഞ്. ആരൊരു ചിരിയോടെ അവളുടെ മുമ്പിൽ വന്ന് തോളിലൂടെ കൈ ചേർത്ത് പിന്നിൽ കോർത്ത് പിടിച്ചു. ടെൻഷനാവാതെ എൻ്റെ പെണ്ണെ, ഒരു ചെറിയ റൊമാൻറ്റിക് ഫോട്ടോഷൂട്ട്, അതും അങ്ങ് ആകാശത്ത് വെച്ച്. അത് കഴിഞ്ഞ് കൃത്യം 8 മണിക്ക് നമ്മൾ ഭൂമിയിൽ ലാൻഡ് ചെയ്യും. പോരെ? കുസൃതി നിറഞ്ഞ അവൻ്റെ ആ ഭാവം കാണേ ആളുടെ കണ്ണുകളൊന്ന് വിടർന്നു. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.